കുറേ ദിവസമായി പിള്ളേർ പറയണു എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നാട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് എഗ്ഗ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസാണ്. എഗ്ഗ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഉമേഷ് വന്നപ്പോൾ വേഗം മേടിച്ചിട്ട് വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ. നമ്മളപ്പം വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കേണ്ടത്. ഞാൻ ക്യാപ്സിക്കം, പിന്നെന്താ ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബസ്മതി അരി ഒന്ന് ഉപ്പും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് എഗ്ഗ് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളുത്തുള്ളി സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. അതിലേക്ക് എല്ലാ പച്ചക്കറികളും കൂടി ഇട്ടിട്ട് വേവിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേ വേണ്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസും കൂടി ഇട്ടിട്ട് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബസ്മതി റൈസ് നന്നായിട്ട് വെന്ത് പോകാൻ പാടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് സോയ സോസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി. ചിക്കൻ ആണെങ്കിൽ ചിക്കനും കൂടി ഇട്ടാൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആവും കേട്ടോ. അപ്പോൾ ശരി.